إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ എന്ന് എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ തൃപ്തി ലഭിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോടെ മരിച്ചു പോകാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ അസംഖ്യം അനുഗ്രഹങ്ങളിൽ ഏറ്റവും മികച്ച അനുഗ്രഹമാണ്, സൗഭാഗ്യമാണ് നമ്മുടെ മക്കൾ. മക്കളെക്കാളും നമുക്ക് താല്പര്യമുള്ള മറ്റൊന്നും തന്നെ ഈ ദുനിയാവിലില്ല. തൻ്റെ സമ്പത്തിൻ്റെ മുഴുവനും തൻ്റെ ഒരു കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകാൻ എത്ര വലിയ സമ്പന്നനായ ഒരു രക്ഷിതാവ് തയ്യാറാവുന്നത് മക്കളുടെ വിഷയത്തിൽ അത്രത്തോളം താല്പര്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ്. പരലോകത്ത് മരണത്തിന് ശേഷം ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട 3 സൽക്കർമ്മങ്ങൾ പറഞ്ഞെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞത് വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു എന്നാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം, ആ സന്താനത്തിന്റെ സ്വാലിഹായ ആ കുട്ടിയുടെ പ്രാർത്ഥന മരണത്തിന് ശേഷം ഖബറിൽ ഉപകരിക്കും, പ്രകാശം പരത്തും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
മക്കളെ നൽകിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് യഖ്ലുഖു മാ യശാഉ വയഹബു ലിമൻ യശാഉ ഇനാഥാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥാ വയജഅലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. ആകാശങ്ങളും ഭൂമിയും അല്ലാഹുവിനുള്ളതാണ്. അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. ശേഷം പറഞ്ഞത്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെയും ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും നൽകുന്നു എന്നാണ്. നൽകുന്നു എന്ന് പറഞ്ഞെടുത്ത് സമ്മാനമായി നൽകുന്നു എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വഹബ യഹബു എന്നാണ് പറഞ്ഞത്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ്. ഒരു കാര്യം സമ്മാനമായി നൽകുന്നതിനാണ് ഹിബത്ത് എന്ന് പറയുന്നത്. കുട്ടിയെ നൽകുന്നതുമായി ബന്ധപ്പെട്ട് യർസുഖു അതല്ലെങ്കിൽ യുഅതി എന്ന് പറയാതെ യഹബു എന്ന് പറഞ്ഞത് പ്രത്യേകമായ ഒരു പരിഗണനയിലൂടെ ഒരു സമ്മാനം എന്നോണം അല്ലാഹു നൽകുന്നതാണ് സന്താനം എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന പല പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് വീട്ടിലുള്ള നമ്മുടെ മക്കളുടെ ചിരികളി തമാശകളും അവരുടെ സന്തോഷകരമായ അത്തരം രംഗങ്ങളുമാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൗതിക സുഖ സൗകര്യങ്ങൾ അലങ്കാരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണെങ്കിൽ പോലും അവിടെ മക്കളുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ അതിൻ്റെ ഒരു കുറവ് ശരിക്കും ആ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് കടന്നു വരുന്നവർക്ക് അനുഭവപ്പെടാറുണ്ട്. കാരണം ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് മക്കൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനവും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. എന്നാൽ മക്കളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ എത്രയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരുപാട് പ്രതീക്ഷകളിലൂടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ മക്കൾ മാതാപിതാക്കളുടെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി അവരെ കണ്ണീരിന്റെ കടലിൽ ആഴ്ത്തിക്കളയുന്ന, ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിപ്പിക്കുന്ന, ഏറ്റവും വലിയ ഭാരവും ഭീഷണിയുമായി രക്ഷിതാക്കൾക്ക് മാറുന്ന, അവർക്ക് മുമ്പിൽ നിൽക്കുന്ന മക്കളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്. എനിക്ക് ഏറ്റവും ദേഷ്യം എൻ്റെ ഉപ്പയോടാണ് എന്ന് പറയുന്ന മക്കളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു പ്രയാസവുമില്ലാതെ, യാതൊരു സങ്കടവുമില്ലാതെ ഉപ്പയുടെയും ഉമ്മയുടെയൊക്കെ തലയിൽ വലിയ ആയുധങ്ങൾ കൊണ്ട് ആ തലയെ തകർത്ത് കളയുന്ന മക്കളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാതാപിതാക്കൾക്ക് വലിയ ഭീഷണിയായി മാറുന്ന മക്കളുടെ വാർത്തകളാണ് ഈ അടുത്ത കാലത്തായി ധാരാളമായി നമ്മൾ എല്ലാവരും കേട്ടത്. ഇത്തരം സന്ദർഭത്തിൽ നമ്മളൊക്കെ ചെയ്ത വലിയ ഒരു നന്മ എന്ന് പറയുന്നത് ഇത്തരം മക്കൾക്ക് വളർന്നു വരുന്ന ഇങ്ങനെയുള്ള ചിന്താഗതിയിലേക്ക് തോന്നലുകളിലേക്ക് മാറുന്ന മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള ധാരാളം ദീനിയായ ക്ലാസുകൾ, മതപരമായ ക്ലാസുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, പ്രോത്സാഹനീയമായ വിഷയം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതേ അവസരത്തിൽ മക്കൾക്കൊരു ഭാഗത്ത് ഇത്തരം ക്ലാസുകൾ നൽകുമ്പോൾ, അങ്ങനെ വളർന്നു വരുന്ന മക്കളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടതും
പരിഹരിക്കേണ്ടതുമായ ഒരു ഭാഗം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ വിഷയമാണ്. മക്കൾ ഈ രൂപത്തിലായി തീരുന്നതിന്റെ അടിസ്ഥാന കാരണം പരിശോധിക്കുമ്പോൾ ഒരു 10 ഈ രൂപത്തിൽ വളർന്നു വന്ന മാതാപിതാക്കളെ ഈ രൂപത്തിൽ വകവരുത്തിയ കുട്ടികളുടെ വാർത്തകൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് അതിനെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തിയാൽ അവിടങ്ങളിലെല്ലാം പലപ്പോഴും ബോധ്യമാകുന്ന കാര്യം ഈ കുട്ടി ഇങ്ങനെയായി അതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം ആ കുട്ടി വളർന്നു വന്ന ഒരു ജീവിത ശൈലിയാണ്, ചുറ്റുപാടാണ്, വീട്ടിലെ സാഹചര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളായിരിക്കും എന്നതാണ്. ഒരു കവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൽ യതീമ ഹുവല്ലദീ തലഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മശ്ഗൂല. സാധാരണ യതീം എന്ന് പറയുന്നത് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ട കുട്ടികൾക്കാണ്. കവി പറയാണ്, യഥാർത്ഥത്തിൽ യതീം എന്ന് പറഞ്ഞാൽ ഉപ്പ നഷ്ടപ്പെട്ട കുട്ടിയല്ല. ശരിക്കുള്ള യതീം എന്ന് പറഞ്ഞാൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇവർ രണ്ടുപേരുണ്ടായിട്ട് പോലും ഈ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. ഉപ്പ ഉപ്പയുടെ കാര്യത്തിൽ വ്യാപൃതനാണ്, ഉമ്മ ഉമ്മയുടെ കാര്യത്തിൽ തിരക്കിലാണ്. മക്കൾക്ക് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ അവരെ കൃത്യമായ ഒരു വഴിയിലൂടെ സഞ്ചരിപ്പിക്കാനോ ഒന്നും കഴിയാതെ മക്കളുടെ കാര്യത്തിൽ വളരെ ഗുരുതരമായ വീഴ്ച വരുത്തുന്ന രക്ഷിതാക്കളുള്ള ആ ഒരവസ്ഥയിൽ വരുന്ന കുട്ടിയാണ് ഏറ്റവും വലിയ യതീം, ഭാഗ്യം കെട്ടവൻ എന്ന് കവി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫൽസത കബിദിഹി ഫി ദുനിയ വൽ ആഖിറ. എത്ര ആളുകളാണ് തങ്ങളുടെ കരളിന്റെ കഷ്ണം എന്നൊക്കെ പറയുന്ന മക്കളുടെ കാര്യത്തിൽ, അവരുടെ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യത്തിൽ വീഴ്ച വരുത്തിയ ആ മക്കളെ ഭാഗ്യം കെട്ടവരാക്കി മാറ്റുന്നത്. അവർ ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണ്? മക്കളുടെ കാര്യത്തിൽ അശ്രദ്ധയാണ്, അവരുടെ വിഷയത്തിൽ അവഗണനയാണ്. അവർക്ക് പഠിപ്പിക്കേണ്ടുന്ന മര്യാദകൾ ശരിയായ വിധത്തിൽ പഠിപ്പിച്ചവരെ ആ ഒരു ശരിയായ തർബിയത്തോടു കൂടി വളർത്തിക്കൊണ്ട് വരുന്നില്ല. ആ മക്കളെ അവരുടെ ആ ദേഹേച്ഛകൾ കടിമപ്പെട്ടുകൊണ്ട് തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ, ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ വിട്ടുകളയുന്ന മാതാപിതാക്കളെയാണ് കാണുന്നത്. അവൻ വാദിക്കുന്നത് എന്റെ കുട്ടി എനിക്ക് സ്നേഹമാണ്, ഞാൻ അവനെ ആദരിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. സത്യത്തിൽ അവൻ ആ കുട്ടിയെ നിന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവൻ പറയുന്നത് എന്റെ കുട്ടിയോട് എനിക്ക് വല്ലാത്ത കാരുണ്യമാണ്, പക്ഷേ ആ കുട്ടിയെ അവൻ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് നൽകേണ്ടുന്ന, ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത, ഒരു പ്രയോജനം ലഭിക്കാത്ത രക്ഷിതാവായി അവൻ മാറുകയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കാം. അവസാനം അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഇന്ന് മക്കൾ വഴിതെറ്റാനുള്ള കാരണങ്ങൾ മൊത്തത്തിലൊന്ന് നീ പരിശോധിക്കുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതിന്റെ ഏറ്റവും സുപ്രധാനമായ കാരണം രക്ഷിതാക്കൾ തന്നെയാണ് എന്നാണ്. മാതാപിതാക്കൾ ശരിയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് മക്കൾ വലിയ ധിക്കാരികളും വലിയ അക്രമികളുമായി മാറുന്നത് എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഇതൊരു വാസ്തവമാണ്. പല രക്ഷിതാക്കളും മക്കൾ വഴിതെറ്റിപ്പോയതിന് ശേഷമാണ്, എല്ലാ തിന്മയിലൂടെ കടന്നു പോയതിന് ശേഷമാണ് മക്കളെ ഒന്ന് നന്നാക്കണം, എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ദീനിയായി ചിലത് പഠിപ്പിക്കണമെന്ന് ആലോചിക്കുന്നത് തന്നെ. അത്രയും കാലം കൂടെ ഉണ്ടായിട്ട് ഒരുപാട് നല്ല സുവർണ കാലം കഴിഞ്ഞു പോയിട്ട് പോലും അവിടെയൊന്നും മക്കളെ കുറിച്ച് ചിന്തിക്കാതെ, അവർക്ക് ആവശ്യമായ മതപഠനങ്ങൾ നൽകാതെ, അവർക്ക് പഠിപ്പിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കാതെ അശ്രദ്ധയിലൂടെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവസാനം തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന മക്കളായി അവരെ കാണുമ്പോഴാണ് പല രക്ഷിതാക്കൾക്കും ബോധം ഉദിക്കുന്നത് തന്നെ.
സഹോദരന്മാരെ, വെക്കേഷൻ കാലത്താണ് നമ്മളുള്ളത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം സുദീർഘമായ 2 മാസത്തെ അവധിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സന്ദർഭത്തിൽ പലതരത്തിലാണ് രക്ഷിതാക്കൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് മക്കളുടെ കാര്യം. വലിയൊരു ശതമാനം രക്ഷിതാക്കൾ ആലോചിക്കുന്നത് എൻ്റെ കുട്ടിയെ ഇനി ഏത് സ്ഥാപനത്തിലേക്കാണ് പറഞ്ഞയക്കുക, ഏത് കോഴ്സാണ് എൻ്റെ കുട്ടിക്ക് തിരഞ്ഞെടുക്കുക, എവിടെ അഡ്മിഷൻ ലഭിക്കും എന്നൊക്കെയുള്ള ഒരു ആശങ്കയും ബേജാറും ഒക്കെയാണ് ചില രക്ഷിതാക്കൾക്കുള്ളതെങ്കിൽ മറ്റു പല രക്ഷിതാക്കളും ആലോചിക്കുന്നത് ഈ 2 മാസം ഇവറ്റകളെ എങ്ങനെ സഹിക്കുമെന്നാണ്. എങ്ങനെ സഹിക്കും? ഒരു രക്ഷിതാവ് വൈകുന്നേരമുള്ള മദ്രസ രാവിലെയാക്കി മാറ്റിയതിന് ശേഷം, ആ തീരുമാനം ഉണ്ടായതിനു ശേഷം ഫോണിൽ വിളിച്ച് പറയാണ്, ഉസ്താദെ ക്ലാസ് രാത്രി തന്നെയല്ലേ നല്ലത്? കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, രാത്രി മദ്രസയാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് നേരെ മദ്രസക്ക് വരും, അപ്പോൾ കുട്ടികളുടെ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ. രാവിലെ ആകുമ്പോൾ പിന്നെ സ്കൂൾ കഴിഞ്ഞ പിന്നെ ഫ്രീ ആയി, പിന്നെ രാത്രി വരെ വീട്ടുകളെ ഞങ്ങൾ സഹിക്കണ്ടേ? കുട്ടികൾ വീട്ടിൽ തന്നെയല്ലേ, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അവരെ ആ വീട്ടിൽ കഴിച്ചു കൂട്ടുക എന്നുള്ളത് വലിയ പ്രയാസമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മദ്രസ വൈകുന്നേരമാക്കുന്നത് നല്ലത് എന്ന് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മക്കൾ തങ്ങളുടെ കൂടെ ചില ദിവസങ്ങൾ തങ്ങൾക്ക് കിട്ടുന്നു എന്നതിനെ, അവർ ഫ്രീ ആയി വീട്ടിൽ ഉണ്ടാകുന്നു എന്നതിനെ ഏറ്റവും വലിയ ഭാരമായിട്ടാണ്, വലിയ ഒരു പ്രതിസന്ധിയായിട്ടാണ് വലിയ ഒരു ശതമാനം രക്ഷിതാക്കൾ കാണുന്നത് എന്ന് പറയുമ്പോൾ, അവരും അവരുടെ മക്കളുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രമാത്രം മോശമാണ്, കുഴപ്പത്തിലാണ്, പരാജയത്തിലാണ്, നഷ്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥ ബുദ്ധിയുള്ള ദീനീ ബോധമുള്ള ഒരു രക്ഷിതാവ് ഇത്തരം അവസരത്തിൽ ചിന്തിക്കേണ്ടത് എന്താണ്? എന്റെ കുട്ടിയെ എനിക്കിതാ വളരെ നല്ല രീതിയിൽ യാതൊരു തിരക്കുകളും ഇല്ലാത്ത വിധം ലഭിച്ചിരിക്കുകയാണ്, എന്റെ കൂടെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ എങ്ങനെ വളരെ നല്ല രീതിയിൽ ദുനിയാവിലും പരലോകത്തും ഉപകരിക്കുന്ന രൂപത്തിൽ എന്റെ കുട്ടിയെ ഞാൻ വളർത്തും, അവനക്ക് ഉപകാരപ്രദമായ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ എനിക്ക് സാധിക്കും, ഏതൊക്കെ വിധത്തിൽ ഈ വീട്ടിൽ വെച്ച് എന്റെ കുട്ടിയെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഒരു ബുദ്ധിയുള്ള, വിവേകമുള്ള, മക്കളെ കുറിച്ച് കൃത്യമായ ഒരു താല്പര്യമുള്ള ഒരു രക്ഷിതാവ് ചിന്തിക്കേണ്ടത്. കാരണം അവധിക്കാലം എന്ന് പറയുന്നത് വലിയ അല്ലാഹുവിന്റെ അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനൻ നാസ്. 2 അനുഗ്രഹങ്ങളെ തൊട്ട് വലിയ ഒരു ശതമാനം ആളുകൾ വഞ്ചിതരാണ് എന്നാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു അനുഗ്രഹമാണ് ഈ ഒഴിവ് സമയം എന്നത്. അതാണ് ഒന്നാമതായി പ്രവാചകൻ പറഞ്ഞത് അസ്സിഹ. ഒന്നാമതായി പറഞ്ഞത് ആരോഗ്യം, രണ്ടാമതായി പറഞ്ഞത് അൽ ഫറാഗ് എന്നാണ്, ഒഴിവ് സമയം. നമ്മളൊക്കെ ചിന്തിക്കുക പോലും ചെയ്യാറില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലിയ അനുഗ്രഹമാണ് എന്നാണ് അല്ലാഹുവിന്റെ. കാരണം ഒഴിവ് സമയം കിട്ടുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിൽ ക്രിയാത്മകമായി അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള വിശാലമായ സുദീർഘമായ ഒഴിവ് സമയമാണ് ഈ വെക്കേഷൻ കാലത്ത് കിട്ടുന്നത്. അധിക രക്ഷിതാക്കളും ഈ വെക്കേഷനിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ടൂർ പോകും. വളരെ സുദീർഘമായ യാത്രകൾ മക്കളുമായി നടത്തും, കുടുംബങ്ങളുമായിട്ട് നടത്തും. അത് നല്ല കാര്യം തന്നെയാണ്, അതിന്റെ യാതൊരു തർക്കമില്ല, അത് അത്യാവശ്യം തന്നെയാണ്. കുടുംബക്കാരുടെ വീട്ടിലേക്ക് പോകണം, അങ്ങനെയുള്ള വിനോദ യാത്രകളൊക്കെയും നിഷിദ്ധങ്ങൾ വരാത്ത രൂപത്തിലുള്ള യാത്രകളൊക്കെയും ഇസ്ലാം പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൽ മാത്രം പരിമിതപ്പെടുത്താതെ പ്രിയമുള്ളവരെ, ഈ ഒരു വെക്കേഷൻ കാലത്ത് നമ്മുടെ മക്കൾക്ക് ശരിയായ രൂപത്തിൽ അവർക്ക് ദുനിയാവിലും പരലോകത്തും രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള എന്തൊക്കെ നന്മകളുണ്ടോ അതെല്ലാം അവർക്ക് നൽകുന്ന വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ, ഒരു താല്പര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നതാണ് ഈ ഒരു അവസരത്തിൽ ഗൗരവത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ മക്കൾക്ക് ഒഴിവ് സമയങ്ങൾ ലഭിക്കുമ്പോൾ, മക്കളെ തങ്ങളുടെ കൂടെ ലഭിക്കുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ നന്മയാർന്ന രീതിയിൽ അവരെ വളർത്താൻ പറ്റും എന്ന മാതൃക നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ആ വിഷയത്തിലുള്ള മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മക്കളെ ഉപദേശിക്കേണ്ടടുത്ത് വളരെ മാന്യമായ രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞു, സമ്മില്ല, നീ ബിസ്മി ചൊല്ലണം മകനെ. കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കണം. വമിമ്മ യലീക്, അടുത്തുള്ള ഭാഗത്ത് നിന്ന് കഴിക്കണം. നല്ല രീതിയിൽ ഉപദേശം കൊടുക്കേണ്ടടുത്ത് വളരെ മാന്യമായി ഉപദേശിച്ചു. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ വരുമ്പോൾ, തെറ്റുകൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടാണ്, അത് കുട്ടിയല്ലേ, ചെറുതല്ലേ, ബുദ്ധിയില്ലാത്തതല്ലേ, സാരമില്ല എന്ന് പറഞ്ഞ് എല്ലാ ചെറിയ തെറ്റുകളെ നിസ്സാരമാക്കി കാണുന്ന ഒരു സ്വഭാവം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല. മഹാനായ പ്രവാചകന്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു സദഖയിൽ നിന്നുള്ള ഒരു കാരക്ക എടുത്ത് ഭക്ഷിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയാണ്. അവിടെ ആ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് തിരുത്തി കൊടുക്കുന്നത്. മോനെ, അതിനെ തുപ്പിക്കള, ഒഴിവാക്കിക്കള. കാരണം പ്രവാചക കുടുംബത്തിൽപ്പെട്ട നമുക്ക് സ്വതക്ക കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയില്ല മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്, പ്രവാചക കുടുംബത്തിന് സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല, അത് നിനക്കറിയില്ലേ മോനെ, അതുകൊണ്ട് നീ അത് ഒഴിവാക്കി എന്ന് ആ കുട്ടിയോട് തിരുത്തുന്ന മനോഹരമായ സമീപനം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ കുട്ടിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ കുട്ടിക്ക് നുമൈർ എന്ന് പറയുന്ന ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷി മരണപ്പെട്ടു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, യാ ഉമൈർ മാ ഫഅല നുമൈർ, അല്ലേ ഉമൈർ, നിന്റെ ആ ഒരു പക്ഷിക്ക് എന്ത് പറ്റി എന്നിങ്ങനെ വളരെ സൗമ്യമായ സന്തോഷകരമായ ഒരു സമീപനത്തോടു കൂടി ചോദിക്കുന്ന ശൈലിയൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളെ സന്തോഷിപ്പിക്കേണ്ടടുത്ത്, അവർക്ക് സന്തോഷങ്ങളും സ്നേഹവും പകർന്നു നൽകേണ്ടടുത്ത് വളരെ മനോഹരമായ രൂപത്തിൽ ആ സ്നേഹാർത്ഥമായ രീതിയിൽ അവരോട് ഇടപെട്ടതും ഹദീസിൽ കാണാൻ പറ്റും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ അഖ്റ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി അദ്ദേഹം പറയുന്നു, ഇന്നലി അശറത മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടിയെ ചുംബിച്ചത് കണ്ടപ്പോൾ വളരെ ആശ്ചര്യത്തോടുകൂടി അദ്ദേഹം പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അവരിൽ ഒരാളെയും ഞാൻ ഇതുവരെയും ചുംബിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഞാൻ ഒരു കുട്ടിയെ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ലാ യർഹം ലാ യുർഹം, കാരുണ്യം കാണിക്കാത്തവരോട് അല്ലാഹു കാരുണ്യം കാണിക്കുകയില്ല എന്നാണ്. അപ്പൊ മക്കളെ, ചെറിയ മക്കളെ ചുംബിക്കുക, അവരോട് ആ രൂപത്തിലുള്ള സ്നേഹപ്രകടനം നടത്തുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ കുട്ടിക്ക് ലഭിക്കേണ്ട കാര്യം ലഭിക്കേണ്ടിടത്ത് ലഭിക്കേണ്ടത് പോലെ നമ്മൾ അവർക്ക് അത് കൊടുക്കണം എന്നുള്ളതാണ്. ഇത് രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം എന്ന് പറയുന്നത്, സ്നേഹം നൽകും, ആ പരിമിതിക്കപ്പുറമുള്ള സ്നേഹം നൽകിയിട്ട് കുട്ടിയുടെ സ്വഭാവത്തെ മോശമാക്കുന്ന രക്ഷിതാക്കളെ കാണാൻ പറ്റും. എന്ത് തെറ്റ് ചെയ്താലും ആ കുട്ടിയോടുള്ള സ്നേഹം അധികരിച്ച് അതിന് സാരമില്ല എന്ന് പറഞ്ഞ് അവനെ തലോടുന്ന ഒരു സ്വഭാവം. ഇങ്ങനെ സ്നേഹിച്ച് ചോദിച്ചതെല്ലാം കൊടുക്കും. അവസാനം ഏതെങ്കിലും ഒരു ദുർബലമായ നിമിഷത്തിൽ, പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ കുട്ടി ചിലപ്പോൾ വലിയ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടും. എനിക്ക് നല്ല ഒരു മൊബൈൽ ഫോൺ വേണം എന്ന് ചിലപ്പോൾ ആവശ്യപ്പെടും. കാരണം ചോദിച്ചതെല്ലാം കിട്ടിയിട്ടാണ് കുട്ടിക്ക് പരിചയമുള്ളത്. അതിന്റെ കഷ്ടപ്പാടോ ഇത് നേടിക്കൊടുക്കാൻ ഈ രക്ഷിതാവ് എന്റെ ഉപ്പ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, വിയർപ്പൊലിക്കുന്നുണ്ട് എന്നൊന്നും ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, കുട്ടിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയൊരു കാര്യവും ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ അവസാനം തനിക്ക് താങ്ങാനാവാത്ത ഒരു കാര്യം കുട്ടി ആവശ്യപ്പെടുമ്പോൾ അത് നിനക്ക് തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ആത്മഹത്യകൾ പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക്, തിന്മകളിലേക്ക് ചെന്ന് പതിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ പറ്റും. ചില ആത്മഹത്യാ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? തനിക്ക് കൊടുത്ത മൊബൈൽ ഫോൺ തന്റെ ഉപ്പ തിരിച്ചു വാങ്ങി, ഇതായിരിക്കും ചിലപ്പോൾ കാരണം. അല്ലെങ്കിൽ ആവശ്യപ്പെട്ട തന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് മേടിച്ചു കൊടുത്തില്ല എന്നതിന്റെ പേരിൽ മറ്റൊന്നും നോക്കാതെ, മറുത്തൊന്നും ചിന്തിക്കാതെ ഇത്തരം നീചമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് പതിക്കുന്ന മക്കളുടെ വാർത്തകൾ ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സഹോദരന്മാർ ഇങ്ങനെ സംഭവിക്കുന്നു? അമിതമായ പരിധി വിട്ട സ്നേഹം, അത് ഒരു ശരിയായ ഒരു പക്വമായ ഒരു സമീപനമല്ല എന്ന് മനസ്സിലാക്കണം. സ്നേഹിക്കണം, മക്കൾ ആത്മാർത്ഥമായി സ്നേഹിക്കണം. പക്ഷേ ശകാരിക്കേണ്ടടുത്ത് ശകാരിക്കണം.
കുട്ടിക്ക് എന്റെ ഉപ്പ ഇത് തരാൻ നല്ല കഷ്ടപ്പെടുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ നല്ല അധ്വാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിൽ അവരെ വളർത്തണം. കഷ്ടപ്പാട് നമ്മുടെ മക്കൾക്ക് അറിയണം. എല്ലാം നമ്മുടെ മക്കൾ പഠിക്കണം. ചിലതൊക്കെ കേവലം മദ്രസയിൽ പറഞ്ഞു വിട്ടാൽ മാത്രം, സ്കൂളുകളിൽ പറഞ്ഞയച്ചാൽ മാത്രം അവർക്ക് കിട്ടില്ല. ചിലതൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ അവരെ കൂടെ കൈപിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ മോനെ ഇതാ ഇങ്ങനെയാണ് കാര്യം, ഇങ്ങനെ ചില കാര്യങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരും. അത് കല്ലിൽ കൊത്തിവെച്ചതുപോലെ അവരുടെ ഹൃദയത്തിൽ അത് രൂഢമൂലമായി ഉറച്ചു നിൽക്കും. ഇങ്ങനെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെയും എല്ലാം പഠിപ്പിച്ച് ആ ഒരു രൂപത്തിൽ ശരിയായ ഒരു തർബിയത്ത് മക്കൾക്ക് നൽകുന്നിടത്താണ് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും വലിയ വിജയമുള്ളത് എന്നതാണ്. നമ്മുടെ മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്മായിൽ നബിയെ പോലെ വളരണമെങ്കിൽ രക്ഷിതാക്കളായ നമ്മൾ ഇബ്രാഹിം നബിയെ പോലെയുള്ള ഒരു രക്ഷിതാവായി, ഒരു വാപ്പയായി മാറണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് പുലർത്താറുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. നമ്മളിൽ ചിലർക്കൊക്കെ സമൂഹം നന്നാകണം എന്ന വലിയ പ്രതീക്ഷ ഉണ്ടാവും. എൻ്റെ ഇന്ന ജനത, എൻ്റെ നാട്ടിലുള്ള ഇന്ന ആളുകളൊക്കെ ഒന്ന് ശരിയായ ആദർശത്തിലേക്ക് വരണം, അവരൊക്കെ ഒന്ന് നന്നാവണം എന്ന് കരുതി ആത്മാർത്ഥമായി രാപ്പകലുകളില്ലാതെ പ്രബോധനം നടത്തുന്ന, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, തൗഹീദിന് വേണ്ടി ആ മാർഗത്തിൽ എല്ലാ അർത്ഥത്തിലും തന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ശാരീരികമായും ആ രൂപത്തിലൊക്കെയും പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. വളരെ നല്ല കാര്യം തന്നെയാണ്, യാതൊരു തർക്കമില്ല. പക്ഷെ ഇങ്ങനെയുള്ള പല രക്ഷിതാക്കളും അവരുടെ സ്വന്തം മക്കളുടെ കാര്യത്തിൽ വേണ്ട വിധം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അത്ഭുതമായി തോന്നുന്നത്. പള്ളിയുടെ ചിലപ്പോൾ സെക്രട്ടറി ആയിരിക്കാം, പ്രസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിരിക്കാം. ആ പള്ളിയിൽ ആളുകൾക്ക് വരുന്നവർക്ക് ഉപകരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും സംഘടിപ്പിക്കും, എല്ലാ നന്മയാർന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ തന്റെ സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മക്കളെ ഇങ്ങനെ അവരുടെ പാട്ടിൽ പറഞ്ഞേക്കുന്ന, വിട്ടയച്ച് കളയുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു പ്രയാസമാണ്. ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വമ്പിച്ച ആ രക്ഷിതാവിന്റെ ഭാഗത്ത് വരുന്ന വീഴ്ചയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖു അൻഫുസകും വ അഹ്ലീകും നാറ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും, നിങ്ങളെ സ്വന്തത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, വ അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. അപ്പൊ എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ഇവരൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള അതിയായ മോഹം, ആഗ്രഹം നമുക്കുണ്ടാവണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിന് എങ്ങനെയാണ് സഹോദരന്മാരെ തന്റെ മകൻ രാവിലെ സുബഹി നിസ്കാരത്തിന് താൻ ജമാഅത്തിന് പോകുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ആ കുട്ടിയെ വിളിക്കാതെ സാരമില്ല, കുട്ടിയല്ലേ, ചെറുതല്ല, ഉറങ്ങിക്കോട്ടെ, രാത്രി കുറെ നേരമായിട്ടാണ് കിടന്നത്, ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു സഹതാപം എങ്ങനെയാ രക്ഷിതാവിന് തോന്നാം? ഒരു സഹതാപമല്ലല്ലോ. അങ്ങനെ പോകുന്നതിലൂടെ അവൻ പറയാതെ പറയുന്നത് എന്താണ്? ഞാൻ സ്വർഗത്തിൽ പോയിക്കോളാം, നീ നരകത്തിൽ പോയിക്കോ എന്നല്ലേ പറയുന്നത്. ഇങ്ങനെ എത്ര രക്ഷിതാക്കളുണ്ട്, ഒരു ശ്രദ്ധയില്ല. എന്നിട്ട് ഉസ്താദിനോട് വന്നിട്ട് പറയും, ഉസ്താദെ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല എന്റെ മകൻ, അവൻ ആളുഷാറാണ്, പക്ഷെ സുബൈക്ക് മാത്രം വരുന്നില്ല, ബാക്കി ഞാൻ എവിടെ വിളിച്ചാലും പോകും. പക്ഷെ ഈ രക്ഷിതാവട്ടെ അവരോട് വേണ്ട വിധത്തിൽ പറഞ്ഞ് ഉപദേശിച്ച് പള്ളിയിലേക്ക് വരാനുള്ള ഒരു ശ്രമവും നടത്തൂല. പൂർണ്ണമായും ഉസ്താദുമാരുടെയും അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെയൊക്കെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവം. ഇതൊന്നും ഒരു ശരിയായ തർബിയത്തിന്റെ രീതിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടങ്ങാത്ത ആഗ്രഹം മക്കളുടെ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അവരുടെ സ്വർഗത്തിന്, അവരുടെ പരലോക വിജയത്തിന് നിദാനമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളിടത്താണ് ഒരു രക്ഷിതാവിന്റെ ദൗത്യം ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ മക്കളെ വളർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മക്കളുമായി ബന്ധപ്പെട്ട രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ഈ ഒരു വെക്കേഷൻ കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
وقال الذين كفروا ربنا أرنا الذين أضلانا من الجن والإنس وقال الذين كفروا സത്യനിഷേധികളായ ആളുകൾ അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അരിനൽ ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് ഞങ്ങളെ വഴിപിഴപ്പിച്ച ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട രണ്ട് വിഭാഗം ആളുകളെ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ഇവിടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിൽപ്പെട്ട രണ്ട് വിഭാഗത്തെ എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളായ രക്ഷിതാക്കളായ രണ്ട് ആളുകൾ അവരും ഈ വിഷയത്തിൽ ഈ ഒരു ആയത്തിൽ പെടുമെന്നാണ്. അവരോട് പറയപ്പെടും, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ആളുകൾ പറയുകയാണ്, നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലി. അല്ലാഹുവേ ഞങ്ങളുടെ കാൽ കീഴിൽ കാൽ ചുവട്ടിൽ ഇവരെ ഒന്ന് കൊണ്ടുവാ, ഇവരെ എത്തിച്ചു താ. എന്തിനാണത്? അവരെ ഞങ്ങൾ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി മെതിക്കട്ടെ, അങ്ങനെ അധമന്മാരുടെ കൂട്ടത്തിൽ അവരെ ഞങ്ങൾ ആക്കി മാറ്റട്ടെ. അതിനുവേണ്ടി അല്ലാഹുവേ നീ ഞങ്ങൾക്കൊന്നും ഈ ഒരു അവസരം എത്തിച്ചു തരണം എന്ന് പറയുന്നതാണ്. അപ്പോ മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാതാപിതാക്കളെ അല്ലാഹുവിനോട് തങ്ങൾക്ക് മുമ്പിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി മക്കൾ ആവശ്യപ്പെടുമെന്നാണ്. എന്നിട്ട് ആ മാതാപിതാക്കളെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി ഭരിക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥ പരലോകത്ത് വരുമെന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽപ്പെട്ട ഒരു രക്ഷിതാവായി നമ്മൾ മാറിയാൽ അതിനേക്കാൾ വലിയ നഷ്ടം സഹോദരന്മാരെ വേറെ എന്താണ് ഉള്ളത്? ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് എത്രമാത്രം വലിയ പരാജയമായിരിക്കും അവിടെ നമുക്ക് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധ, ഒരു താല്പര്യം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. കേവലം മദ്രസയിലോ സ്കൂളിലോ പറഞ്ഞു വിട്ടത് കൊണ്ട് ഉത്തരവാദിത്വം പൂർണ്ണമായി നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല. ചില രക്ഷിതാക്കൾക്ക് തന്റെ കുട്ടി പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്, ഏത് കോഴ്സാണ്, എവിടെയാണ് എന്നൊന്നും അറിയില്ല. അതറിയാനുള്ള ഒരു സമയം പോലും രക്ഷിതാവിന് ഇല്ല. കഷ്ടപ്പെടാൻ അധ്വാനിക്കുകയാണ്, രാപ്പകലുകളില്ലാതെ കഷ്ടപ്പെടാണ്, വിയർപ്പൊലിക്കുകയാണ്. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടി. എന്നാൽ ഈ കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? കുട്ടിയുടെ നിലവാരം എന്താണ്? കുട്ടിക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് പഠനത്തിന്റെ വിഷയത്തിൽ? ഇതൊന്നും പരിശോധിക്കില്ല. കേവലം പണമുണ്ടാക്കുന്ന തിരക്കിൽ മക്കളുടെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന ധാരാളം രക്ഷിതാക്കൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മക്കളെ നല്ല സ്വഭാവം പഠിപ്പിക്കാൻ വേണ്ടി മദ്രസയിൽ പറഞ്ഞു വിടും. വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നതോ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചതിന് നേരെ വിപരീതമായ സ്വഭാവമാണ്. ഉസ്താദ് നല്ല രൂപത്തിൽ മുടിവെട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വെട്ടുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയതാണ് മോനെ. ഒരു ഭാഗത്ത് മൊത്തം മുടി വെട്ടിക്കളഞ്ഞ് ഒരു ഭാഗത്ത് മുടി വെക്കുന്ന ഈ ഒരു രീതി, ഖസ്അ എന്ന് പറയുന്ന രീതി ഇസ്ലാം വിലക്കിയതാണ്, കടുത്ത ഹറാമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. കുട്ടി തലയാട്ടിയിട്ടുണ്ടാവും, കുട്ടിക്ക് ബോധ്യമായിട്ടുണ്ടാവും. പിറ്റേ ദിവസം വീട്ടിൽ ചെന്നാൽ ഉമ്മ പറയും, മകനെ ഉസ്താദ് അങ്ങനെയൊക്കെ പറയും, നീ മറ്റതിന്റെ ചങ്ങായി ചെയ്തത് കണ്ടിട്ടില്ല, അങ്ങനെ ചെയ്താൽ മതി, അവനെ പോലെ മുടി വെട്ടിയാൽ മതി, ഉസ്താദ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തെറ്റായ രൂപത്തിൽ ശീലിപ്പിക്കുന്ന ഇത്തരം വസ്ത്രധാരണയിലും അങ്ങനെയുള്ള വേഷവിധാനത്തിലൊക്കെ ആ രൂപത്തിൽ മക്കളെ ശീലിപ്പിക്കുന്ന, അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന, അതിന് അംഗീകാരം കൊടുക്കുന്ന, അതിന് സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളുടെ സംഭവങ്ങൾ ചില ദിവസങ്ങളിൽ നേർക്കുനേരെ നമുക്ക് അനുഭവമാകുന്ന കാര്യമാണ്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ മക്കളെ അത് മദ്രസയിൽ പറഞ്ഞു വിട്ടിട്ട് എന്ത് കാര്യമാണ് സഹോദരന്മാർ? വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. മദ്രസയിൽ പറഞ്ഞു വിടുന്നതോ ദീനി പഠിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുട്ടികൾ വളരും? നല്ല രീതിയിൽ ആ കുട്ടികൾ എങ്ങനെ ദീനിയ അന്തരീക്ഷത്തിലൂടെ വളരും? അങ്ങനെയുള്ള മക്കളാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ രൂപത്തിൽ പിന്നീട് വാർത്തകളിൽ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ ധിക്കാരികളായ മാതാപിതാക്കൾക്ക് വലിയ തിരിച്ചടിയാകുന്ന മക്കളായി വരുന്ന വാർത്തകൾ കേൾക്കേണ്ടി വരുന്നത്. ഇത് ചെറിയ വയസ്സിൽ അവരുടെ ഇത്തരം പഠനത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തിയത് കൊണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള മക്കളുടെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രായത്തിൽ അവരുടെ കൂടെ കൂടണമെന്നതാണ്. നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. എന്റെ ഉപ്പ എങ്ങനെയാണ് എന്നാണ് ഒരു കുട്ടി നോക്കുന്നത്, എന്റെ ഉമ്മ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. നമ്മൾ അവർക്ക് മാതൃകയാവണം, റോൾ മോഡലാവണം. നീ ഇവനെ കണ്ട് പഠിക്കുമെന്ന് പറയാൻ പാടില്ല, നീ എന്നെ കണ്ട് പഠിക്കുമോനെ എന്ന് പറയുന്ന ഒരു ദർജയിലേക്ക് രക്ഷിതാവ് വരുമ്പോഴാണ് നമ്മുടെ കുട്ടിയും ഏറ്റവും നല്ല മികച്ച സമൂഹത്തിനും സ്വന്തത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകരിക്കുന്ന മക്കളായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഏറ്റവും ശരിയായ അല്ലാഹുവും റസൂലും പഠിപ്പിക്കുന്ന മാർഗത്തിൽ വളർത്താനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, പ്രബോധകന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല പ്രയാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. തന്റെ ഉമ്മാക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു രക്ഷിതാവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന്റെ പ്രയാസങ്ങൾക്ക് പരിപൂർണമായി മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിലെല്ലാം പരിപൂർണമായ ശമനം നൽകി ആരോഗ്യകരമായ സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഹലാലായ രൂപത്തിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആ കടങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.